ഹലോ, വെൽക്കം ബാക്ക്. അപ്പം വീണ്ടും ഒരു ലോങ് വീഡിയോ കുറേ ദിവസത്തിന് ശേഷം ചെയ്യുകയാണ്. ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം, അല്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള കുറച്ച് പിക്സ് ഒരു A4 ഷീറ്റിൽ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരക്കാം, അല്ലെങ്കിൽ ക്യൂട്ട് സ്റ്റിക്കേഴ്സ്, ആസ്തറ്റിക് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് തന്നെ അടിച്ചു കൊടുത്താൽ പിൻട്രസ്റ്റിൽ നമുക്ക് പിക്സ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക, ഗാലറിയിൽ നിന്ന് നോക്കി വരക്കാം. അല്ലെങ്കിൽ നോക്കി വരക്കാൻ പറ്റാത്തവരാണെങ്കിൽ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഞാൻ ഇതിന് മുമ്പ് ഏതൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യുക, പിക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. നമ്മൾ ബുക്സിലൊക്കെ കോപ്പി ചെയ്യില്ല, അതുപോലെ പേപ്പർ ഫോണിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. സ്ക്രീനിന് ഇളക്കമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിനൊക്കെ ഒന്ന് ഒരു ഔട്ട്ലൈന് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒരു CD മാർക്കർ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ബാക്കിയുള്ള സംഭവങ്ങളൊന്ന് മായ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫുള്ളായിട്ടൊന്ന് കളർ കൊടുക്കുന്നുണ്ട്. കളർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കളേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഇങ്ക് തീർന്നുപോയി. ഞാൻ പിന്നെ പെയിൻ്റാണ് ചെയ്തത്. മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ ഉണ്ടാക്കുന്നത്. പക്ഷേ ലാസ്റ്റ് പ്രോസസ്സൊന്നും അതിൽ ക്ലിയർ അല്ലെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കിയത്, അത് വീഡിയോ അത്ര ക്ലിയർ അല്ല. സോ ഞാൻ വിചാരിച്ചു എല്ലാ സ്റ്റെപ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഷോർട്ട് വീഡിയോ ആകുമ്പം അത് ലെങ്തി ആവുന്നു, അപ്പം ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലോങ് വീഡിയോ തന്നെ ഇടാം. അങ്ങനെയാണ് ലോങ് വീഡിയോയിലെത്തിയത്. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാത്തിനെയും ഒന്ന് കളർ ചെയ്ത്, പിന്നെ ഡോട്ട് കൊടുക്കേണ്ടടുത്തൊക്കെ ഡോട്ട് കൊടുത്തു, പിന്നെ ലൈൻസ് വരക്കേണ്ടടുത്തൊക്കെ ലൈൻസ് വരച്ച് ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പറാണ്. ഇതുപോലെ ബട്ടർ പേപ്പർ വെക്കുക, സെല്ലോ ടേപ്പ് അതിൻ്റെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പിക്സൊക്കെ ഇല്ലേ, ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി വീണ്ടും എന്ത് ചെയ്യുക, ഈ സെല്ലോ ടേപ്പ് ടാപ്പ് ചെയ്യുക. ഇതാ ഈ ബോർഡറിൽ കൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി വീണ്ടും സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെല്ലോ ടേപ്പ് കുറച്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി, എന്നാൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി തുടങ്ങിയാൽ നമുക്ക് നല്ല സുഖമാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ജേർണലിങ്ങോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്കിങ്ങോ ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് തപ്പി നടക്കണ്ടില്ലല്ലോ. ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നമുക്കിപ്പോൾ ഓൺലൈനിൽ എല്ലാ മോഡൽസും പിക്സും ഒക്കെ കിട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതൊക്കെ നോക്കി ജസ്റ്റ് വരക്കാൻ പറ്റുന്നവർക്ക് വരക്കാം, അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നവരാണെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്കേഴ്സ് ആക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. സ്റ്റിക്കേഴ്സ് തപ്പി നടക്കേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ബോർഡറിന് പറ്റിച്ച് കട്ട് ചെയ്യരുത്, കുറച്ച് ബോർഡർ വിട്ടിട്ട് കട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുക. ഇതുപോലെ കുറച്ച് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളതൊരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടാവില്ല, നമ്മുടെ ഗ്ലാസ് ഷീറ്റ് എന്നൊക്കെ പറയുന്നത്, അതിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. ബാക്കിൽ സാധാ നോർമൽ ഗം യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പം A4 ഷീറ്റിലാണ് ചെയ്യുന്നത്. അതിന് മുകളിൽ ജസ്റ്റ് ഇതേപോലെ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ എഴുതി കൊടുത്ത് ഒരു ഔട്ട്ലൈനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് നോർമൽ ഗം തന്നെ യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം മുഴുവനായിട്ടൊരു ചെറിയ കുത്ത് പോലത്തെ ഒരു ലൈൻസ്, ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് കീറിക്കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പറിക്കില്ലേ, അതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ട ബുക്കിലോ എവിടെയാണോ വേണ്ടത് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ജസ്റ്റ് ഒരു ബുക്കിലൊന്ന് ഒട്ടിച്ച് നോക്കുകയാണ്. പിന്നെ ഇത് എന്നേക്കാൾ യൂസ് വന്നത് എൻ്റെ മോൾക്കാണ്. കാരണം ഇത് സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ മോൾ. അപ്പം അത് അവളുടെ കയ്യിലും അതുപോലെ അവളെ പ്ലേ ഏരിയയിലൊക്കെ ഒട്ടിച്ച് കളിക്കായിരുന്നു ഫുള്ള്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ബട്ടർ പേപ്പർ ഒന്ന് കീറി കൊടുക്കുക, ഒട്ടിച്ച് കൊടുക്കുക. വർക്കിംഗ് ആണ്. അപ്പോൾ സിമ്പിളല്ലേ, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് മോഡൽസ് ചെയ്യാൻ പറ്റും. അപ്പം ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാം, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ഇൻഷാ അല്ലാഹ് ബൈ. നെക്സ്റ്റ് വീഡിയോ.